എന്തായി പോയി അങ്ങോട്ട് പോയി ശരിയല്ല ഇങ്ങോട്ട് അങ്ങോട്ട് പോയി അതിനെ കണ്ടു കൊടുപ്പാ. നീ വന്നേ, ഞാൻ പറയാം. കുഴപ്പമായെന്ന് തോന്നുന്നു. എന്താ വട്ട് പിടിച്ചോ? നീയല്ലേ വട്ട് പിടിച്ചോടിയത്? ആ പെണ്ണിന്റെ ചിറ്റവന്മാരെന്നെ കണ്ടു. അവന്മാരുടെ എങ്ങാനും കൈ കിട്ടിയാ പിന്നെ മിച്ചം കാണും. അന്ന് മലർത്തി ആടിയപ്പോ വ്യക്തമായിട്ട് കണ്ടല്ലേ. ഇവന്മാരെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത്രയല്ലേ ഉള്ളൂ, അത് പിന്നെ സഹിക്കാം. എടാ, അന്ന് നമ്മൾ കല്യാണം മുടക്കിയ വീട്ടിലെ ആ കിളവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൂടെ കുറെ ഗുണ്ടകളും ഉണ്ട്. അയാൾ അങ്ങനെ ഇവിടെ എത്തി? ആർക്കറിയാം. എടാ ബാല, അയാൾ എന്റെ വീട് തിരക്കി വരുന്നതായിരിക്കും. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ എല്ലാം തകിടം മറിയും. മറിയട്ടെ, അങ്ങനെയെങ്കിലും സംഗതി പുറത്താവുമല്ലോ. ഈ ടെൻഷൻ മാറി കിട്ടുമല്ലോ. എടാ, എന്റെ അമ്മാവിന് ഹാർട്ട് അറ്റാക്ക്. ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? നീ ഒരു കാര്യം ചെയ്യ്, അങ്ങേർക്ക് കുറച്ച് വിഷം വാങ്ങിച്ചോളൂ. ബാല, തമാശ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. നീ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അയാളെ തിരിച്ചയക്ക്. എന്നിട്ട് വേണം അമ്മാരുടെ കൈയും കാലും അടിച്ചോടിക്കല്ലേ? അതൊന്നുമില്ല, നിനക്കാവുമ്പോ ഇതൊക്കെ വശമുണ്ടല്ലോ. ഏത് കൈയും കാലും ഓടിയുന്നതാ? ബാല പ്ലീസ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. അതായത് ആ കിഴവൻ വരുന്നു, നീ ചെന്ന് പിടിക്കുന്നു, പിന്നെ ഒരൊറ്റ കാച്ച. തട്ടണോ? തട്ടിക്കല്ലേ? അതല്ല, പിന്നെ നീ പറയണം, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, വീട് മാറിപ്പോയതിൽ ക്ഷമിക്കണം, മകളുടെ കല്യാണം മുടങ്ങിയതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്, അർജുനൻ പാവമാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണം, വേണമെങ്കിൽ കാല് പിടിക്കാമെന്നും പറ. കാല് പിടിക്കാൻ നിന്റെ ബാല പ്ലീസ്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, വീട് മാറിപ്പോയതിൽ ക്ഷമിക്കണം, മകളുടെ കല്യാണം നടക്കാത്തതിൽ ദുഃഖമുണ്ട്, അർജുനൻ പാവമാണ്, ഞാനും പാവമാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണം, കണ്ടാ കാല് പിടിക്കാൻ പറഞ്ഞു. ഞാൻ വേണേ കൈയും കാലും പിടിക്കാം. എന്താ ഇത്? ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. അതെ, അർജുനൻ ഇപ്പൊ എവിടെയുണ്ട്? നേരിൽ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? അത് അർജുനോടാ പറയേണ്ടത്. എന്നാ പറഞ്ഞോ, പോ. ചെയ്യുന്നത് ദ്രോഹമാണെന്ന് അറിഞ്ഞിരുന്നിട്ടും കൈമളങ്ങുന്നതിന്റെ തീരുമാനത്തെ എതിർക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഉണ്ട ചോറിന് നന്ദി കാട്ടേണ്ടി വന്നു എനിക്ക്. ദേവൂട്ടിയുമായുള്ള ശങ്കരന്റെ വിവാഹത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് സമാധാനിച്ചു. ഇല്ല, ഒന്നും അവസാനിച്ചിരുന്നില്ല. എന്താ കുട്ടി? മാഷെന്ന് കാണാൻ. കുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെ പോവാ? അച്ഛൻ മരിച്ചു. ഞാൻ കാരണം അച്ഛന് വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മാഷെന്ന് കാണണം. അത് വേണ്ട കുട്ടി, ശങ്കരന്റെ വിവാഹം കഴിഞ്ഞു. ഉറപ്പെണ്ണ, കുട്ടിയെ കാണാണ്ട് ഒരുപാട് വിഷമിച്ചു ശങ്കരൻ. ഒന്നും അറിയിച്ചിരുന്നില്ല പാവത്തിനെ. ദേവു ഗർഭിണിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ശങ്കരന്റെ ജീവിതം തകർക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. അങ്ങനെ എന്നോട് പറയരുത്. എനിക്ക് മാഷെ കാണണം. കാണാണ്ട് പോകില്ല ഞാൻ. വേണ്ട, ഇപ്പൊ കുട്ടിയെ കണ്ടാൽ, എല്ലാം അറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല ശങ്കരന്. നോവിക്കരുത്, കാല് പിടിക്കാൻ ഞാൻ. ഇല്ലാത്ത പുത്തോലത്ത് കഴിയാൻ പിന്നെ മനസ്സനുവദിച്ചില്ല. ശങ്കരന്റെ ആത്മാവിനോടെങ്കിലും നീതി പുലർത്തണമെന്ന് എനിക്ക് തോന്നി. ഇക്കണ്ട കാലം മുഴുവൻ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഭാമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു. ഒരിക്കലും തിരിച്ചു കയറരുതെന്ന് കരുതിയ പുത്തോലത്തേക്ക് ശങ്കരന്റെ മകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പോകേണ്ടി വന്നു. പണ്ടങ്ങൾ മാത്രം ഒരു 19 പവൻ, പന്തല്, മൂടി, കെട്ടുമേളം, നല്ലൊരു തുക അതിനാകും. പിന്നെ നാടൊട്ട് അടക്കി വിളിക്കാതിരിക്കാൻ പറ്റൂ? പുത്തോലത്തെ ശങ്കരന്റെ മകളുടെ അല്ലേ വിവാഹം, അല്ലേ ഏട്ടാ? പരിഹസിക്കരുത്. ഏയ്, നിങ്ങളുടെ അകത്തേക്ക് എഴുന്നള്ളിയിരിക്കുക. പൂവിട്ട് തൊഴാം. നന്ദി കെട്ട കിഴവ. 4 നേരം ഇവിടുത്തെ ഉച്ചിഷ്ടവും പഠിച്ച് അച്ഛന്റെ നിഴലിൽ നക്കി നടന്നിട്ട് ഇഷ്ടക്കാരൻ ചത്തപ്പോ പിഴച്ചുപെറ്റ പെണ്ണിന് ജീവിതം കൊടുക്കാൻ പോയില്ലേ താൻ? എന്നിട്ടിപ്പോ വന്നിരിക്കണു പെണ്ണിനെ കെട്ടിക്കാൻ പിച്ചക്കാശം ചോദിച്ച്. പിഴച്ചുപെറ്റതാണെങ്കിലും അവളും ശങ്കരന്റെ മകളാണ്. ശങ്കരൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ പുത്തോലത്ത് വീടിന്റെ അവകാശിയാകുമായിരുന്നു അവളും. ജീവിച്ചിരുന്നെങ്കിലല്ലേ? ഇപ്പൊ ഞങ്ങളാടോ പുത്തോലത്ത് അവകാശികൾ? മറ്റൊന്നും ഞാൻ ചോദിക്കണില്ല.
പുത്തോലത്ത് വീടിന്റെ മാനം കാക്കാൻ കൂട്ടുനിന്നവനാണ് ഞാൻ. പൊന്നിന്റെ ഒരു പൊട്ടെങ്കിലും കൊടുത്ത് ആ പാവത്തിന് ഇറക്കിവിടാൻ എന്നെ സഹായിക്കണം. ശങ്കരനെ ഓർത്തെങ്കിലും. സമയം കളയാണ്ട് വന്ന വഴിക്ക് പോകാൻ നോക്ക്. അങ്ങനെ പറയരുത്. ഇറങ്ങി പോടോ പരട്ട വാര്യരെ. ശങ്കരന്റെ മകൾ പാവം ഗോപിക. ശങ്കരനെ പോലെ തന്നെ തങ്ക മനസ്സാണ് അവൾക്കും. സ്വന്തമല്ലെങ്കിലും ഒരു കൂടപ്പുറപ്പുണ്ടെന്നറിഞ്ഞപ്പോ ഇളയച്ചന്മാരറിയാതെ അവളെ സഹായിക്കാൻ എത്തിയതാ. അതിനിടയിൽ ഒരു നിമിത്തം പോലെ എന്തൊക്കെയോ സംഭവിച്ചു. എന്റെ വീട്ടിലെത്തിയിട്ടും നടന്നതൊന്നും അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല. ഇളയച്ചന്മാരെ ഭയമായിരുന്നു അവൾക്ക്. യാദൃച്ഛികമായിട്ടാണെങ്കിലും അന്ന് അർജുനൻ കെട്ടിയ താലി കഴുത്തിൽ സൂക്ഷിച്ച് വീർപ്പുമുട്ടി കഴിയുകയാണ് അവൾ. മീനുവിന്റെ വിവാഹം മുടങ്ങിയെന്ന് അർജുനൻ പറഞ്ഞപ്പോ അതായിരുന്നു അവളെ ഏറെ വേദനിപ്പിച്ചത്. അറിഞ്ഞ പാടെ എന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. ഇനി പുത്തോലത്തേക്ക് മടങ്ങില്ല എന്നും പറഞ്ഞിരിപ്പാണ്. നിനക്ക് മാത്രമേ ഇപ്പൊ അവളെ സഹായിക്കാനാവൂ. ബലരാമനുമായുള്ള വിവാഹത്തിന് അവൾ നിൽക്കില്ല. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. അവളെ വേദനിപ്പിക്കരുത്. ഗോപിയെ ദേ ആളിങ്ങെത്തിയിട്ടുണ്ട്. മുറ്റത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ അർജുനൻ വരാതിരിക്കില്ലാന്ന്. വാര്യര് വന്ന് പറയും വരെയും മറ്റെന്തൊക്കെയോ ധാരണകളായിരുന്നു എനിക്ക്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന്റെ ഭാരം കൂടുകയാണ്. ഗോപികയെ എനിക്ക് നഷ്ടപ്പെടാനും പാടില്ല, അമ്മാവനെ വേദനിപ്പിക്കാനും കഴിയില്ല. ഞാനല്ലേ എല്ലാം വരുത്തി വെച്ചത്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ. എനിക്കൊരു നിശ്ചയമില്ല. വീട്ടില് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഗോപിക വീട് വിട്ടു പോന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിയിക്കാനുള്ള ധൈര്യം എനിക്കിനിയുമില്ല. അന്നേ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാനും കൂടി വരാം. എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്ന് പറയാം. വേണ്ട, അമ്മാവന്റെ മനസ്സൊരു നുള്ളുപോലും വേദനിപ്പിക്കാതെ ഈ വിവാഹം മുടക്കണം. അതേ ഇനി നിവൃത്തിയുള്ളൂ. അതുവരെ എനിക്ക് വേണ്ടി ഗോപിയെ കാത്തിരിക്കണം. ഇതാണ് കുടുംബശാപം എന്ന് പറയുന്നത്. പെണ്ണ് കെട്ടി ജീവിക്കാനുള്ള യോഗം എന്റെ അമ്മാവനില്ല. കെട്ടിയ പെണ്ണിനോടൊപ്പം ജീവിക്കാനുള്ള യോഗം എനിക്കില്ല. കുടുംബത്തിൽ ഒരു കല്യാണം നടന്നു കാണാനുള്ള യോഗം എന്റെ അമ്മയ്ക്കും ഇല്ല. അത്ര തന്നെ. ഇതിനൊക്കെ കാരണം നിന്റെ ആ ഒടുക്കത്തെ അമ്മാവനാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കല്യാണം മുടക്കുന്നതിനേക്കാൾ നല്ലത് ഇയാളെ അങ്ങ് തട്ടിക്കളയുന്നതിനെ പറ്റി ആലോചിക്കാം. അതാ ഇതിലും എളുപ്പം. കറക്റ്റ്. ഉഗ്രൻ ഐഡിയ. നീ ഇങ്ങോട്ടും തിരിഞ്ഞേ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? കല്യാണം മുടക്കുന്ന കാര്യം. കറക്റ്റ്. നീയാണ് അവളെ കെട്ടിയെന്ന് അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ. തൽക്കാലം അവൾ ഒരിക്കൽ കെട്ടിയതാണെന്ന് നിന്റെ അമ്മാവനെ അറിയിക്കാം. തെളിവ് സഹിതം. എന്ത് തെളിവ്? ഒന്നും മനസ്സിൽ കാണാതെ ഈ ബാലോപാലൻ ഒരു പദ്ധതിയും പ്ലാൻ ചെയ്യില്ല അർജുന. ഇത് ഇത്തിരി കടുത്ത പ്രയോഗമാണ്.